എൻ്റെ പേര് ആൽബിൻ എന്നാണ്. എൻ്റെ ജീവിതത്തിൽ ഞാൻ പഠിക്കുന്ന കാലം മുതൽ ഇപ്പോൾ എൻ്റെ വിവാഹം കഴിഞ്ഞ് എൻ്റെ ഭാര്യയുടെ ആൻറ്റിയുടെ മകളുമായി വരെ എനിക്കുണ്ടായ എൻ്റെ സ്വന്തം അനുഭവം തന്നെയാണ് ഇന്ന് ഞാൻ നിങ്ങളോട് പറയുന്നത്. എൻ്റെ 10ാം ക്ലാസ് സമയത്തും +2 സമയത്തും ഡിഗ്രി പഠിക്കുന്ന സമയത്തും കൂടാതെ അത് കഴിഞ്ഞൊരു വെക്കേഷൻ ക്ലാസ്സിന് പോയി, അത് കഴിഞ്ഞൊരു പ്രണയം, അത് കഴിഞ്ഞാണ് ഭാര്യയുടെ ആൻറ്റിയുടെ മകൾ. ഇവരെല്ലാം എൻ്റെ ജീവിതത്തിൽ കടന്നുപോയതും ഇവരിലൂടെ എനിക്കുണ്ടായ അനുഭവങ്ങളും എല്ലാമുള്ള ഒരുപക്ഷെ കുറച്ചധികം ലെങ്തി ആയിട്ടുള്ള ഒരു ലോങ് സ്റ്റോറിയാണിത്. എൻ്റെ നാടൊന്നും ഞാൻ കൃത്യമായി പറയുന്നില്ല. ഒരുപക്ഷേ ഈ കാണുന്ന നിങ്ങൾക്ക് ആർക്കെങ്കിലും എന്നെ മനസ്സിലായാലോ. എന്നെക്കുറിച്ച് വിശദമായി തന്നെ ഞാൻ പറയാം. എൻ്റെ വീട്ടിൽ അച്ഛൻ, അമ്മ, പിന്നെ ഞാൻ. അച്ഛൻ്റെ റബ്ബർ വെട്ടാണ് ജോലി. അമ്മയ്ക്കും പ്രത്യേകിച്ച് അങ്ങനെ പണിയൊന്നുമില്ല. പക്ഷേ എൻ്റെ ജീവിതത്തിൽ പലതും നടന്ന സാഹചര്യത്തിൽ അമ്മയ്ക്ക് പല പല ജോലികളുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ കാര്യങ്ങളൊക്കെ നടത്താൻ എനിക്ക് നിറയെ സാഹചര്യങ്ങൾ ഒത്തുകിട്ടി. അങ്ങനെ എൻ്റെ ജീവിതത്തിൽ ഇതിനെക്കുറിച്ച് ഒന്നും അറിയാത്ത ഒരു കാലം. അന്ന് 9ാം ക്ലാസ്സിൽ പഠിക്കുന്ന സമയത്ത് ബയോളജി ക്ലാസ്സിൽ ഇതൊക്കെ വിശദമായി പറഞ്ഞു തരുമ്പോൾ എനിക്ക് മാത്രം ഒരു ചുക്കും മനസ്സിലായില്ല. അവസാനം ഇതിനെക്കുറിച്ച് വിശദമായി എനിക്ക് പറഞ്ഞു തന്നത് എൻ്റെ കൂട്ടുകാരനായ ജിബിനാണ്. 9ാം ക്ലാസ്സിലെ പാഠപുസ്തകത്തിൽ എല്ലാത്തിനെക്കുറിച്ച് വിശദമായി പറഞ്ഞു തരുന്നുണ്ട്. പക്ഷേ ഇതുകൊണ്ടുള്ള ഉപയോഗം എന്താണെന്ന് ഇവൻ പറഞ്ഞപ്പോഴല്ലേ കൃത്യമായി എനിക്ക് മനസ്സിലായത്. അങ്ങനെ എൻ്റെ മറ്റൊരു കൂട്ടുകാരനായ അജിത്താണ് സ്വന്തമായി എങ്ങനെയല്ലേ എടുക്കാം എന്നുള്ളതിനെക്കുറിച്ചും വിശദമായി എനിക്ക് ക്ലാസ് എടുത്തു തന്നത്. അന്നെൻ്റെ കയ്യിൽ നോക്കിയയുടെ ഒരു ഇൻ്റർനെറ്റ് കിട്ടുന്നൊരു മൊബൈൽ ഉണ്ടായിരുന്നു. അതിലെവിടെയൊക്കെ കയറിയാലാണ് ചില പ്രത്യേകതരം ഫോട്ടോകളും വീഡിയോകളും കിട്ടുന്നത് എന്നെല്ലാം അവൻ എനിക്ക് പറഞ്ഞു തന്നു. അങ്ങനെ അവൻ എനിക്ക് പറഞ്ഞു തന്നതുപോലെ ഞാൻ അതിലേക്ക് കയറി നോക്കി. അപ്പോൾ തന്നെ അവൻ പറഞ്ഞതുപോലെ തന്നെയുള്ള പല വീഡിയോകൾ ഞാൻ കണ്ടു. ഇതെല്ലാം ഞാൻ ട്രൈ ചെയ്തത് ശനിയാഴ്ചയായിരുന്നു. ആ സമയത്ത് അമ്മ എനിക്ക് പറമ്പിൽ പള്ളവെട്ടുന്ന ജോലിക്ക് പോകാറുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ എനിക്ക് ഉച്ചവരെ വീട്ടിൽ ആരുമില്ലാത്ത സാഹചര്യമാണ്. രാവിലെ വീട്ടിൽ നിന്ന് എല്ലാവരും പോയി കഴിഞ്ഞപ്പോൾ തന്നെ ഞാൻ എൻ്റെ പണിയായ തപ്പനങ്ങ് തുടങ്ങി. അങ്ങനെ തപ്പി നല്ലോണം കണ്ടുപിടിച്ച് അവൻ പറഞ്ഞതുപോലെ തന്നെ ശ്രമിച്ചു നോക്കി. അപ്പോഴാണ് ജീവിതത്തിൽ ഇതെന്താണെന്ന് ഞാൻ അറിയേണ്ടത്. സ്വന്തമായി ഇങ്ങനെ എടുക്കാം, അപ്പോൾ നമുക്ക് എന്തൊക്കെ തോന്നും എന്നെല്ലാം ആദ്യമേ മനസ്സിലാക്കിയത് സ്വന്തമായി എന്തൊക്കെ എടുത്താലും ഒരു പെണ്ണിൻ്റെ മാറയ്ക്കൊന്ന് നേടി കാണണമെന്ന് വല്ലാത്ത ആഗ്രഹമുണ്ടായിരുന്നു. എൻ്റെ ഭാഗ്യമെന്ന് പറഞ്ഞാൽ മതിയല്ലോ. അങ്ങനെ ഞാൻ 10ാം ക്ലാസ്സിലെത്തിയ സമയത്താണ് എൻ്റെ ആ ഒരു ആഗ്രഹം നടന്നു കിട്ടുന്നത്. എൻ്റെ വീടിൻ്റെ തൊട്ടടുത്ത് ഒരു പ്രായമായ ചേട്ടത്തി മാത്രമായിരുന്നു താമസിക്കുന്നത്. ആ ചേട്ടത്തിക്കാവട്ടെ സഹായത്തിന് ആരുമില്ല. അങ്ങനെ ഞങ്ങളുടെ നാട്ടിലുള്ള ഒരു ചേച്ചിയാണ് ഇടയ്ക്ക് സഹായത്തിന് വരുന്നത്. ആ ചേച്ചിക്ക് ഏകദേശം ഒരു 35 വയസ്സെങ്കിലും പ്രായം കാണും. ഇരുനിറമാണ്. കാണാൻ അങ്ങനെ അതീവ സുന്ദരിയല്ല എങ്കിലും കുഴപ്പമില്ല. കഥയ്ക്ക് വേണ്ടി എൻ്റെ ജീവിതത്തിലുണ്ടായ കാര്യങ്ങളൊന്നും ഞാൻ നിങ്ങളോട് മാറ്റി പറയുന്നില്ല കേട്ടോ. പക്ഷേ ഈ ചേച്ചി വെറും ഒരു മണ്ടിയാണ്. ഞാൻ പറഞ്ഞത് മറ്റൊന്നും കൊണ്ടല്ല. ഈ ചേച്ചി പല വീടുകളിലും ഇങ്ങനെ ജോലിക്ക് പോകുന്നുണ്ട്. പക്ഷേ അവർ കഴിക്കാൻ മാത്രം എന്തെങ്കിലും കൊടുക്കും. കൂടാതെ വെറും 10-20 രൂപ അത്രമേ കൊടുക്കും. ഈ 10-20 കൊടുക്കുന്നത് 90ാം നൂറ്റാണ്ടിലല്ല, 2010-12 കാലഘട്ടത്തിൽ. ഇടയ്ക്ക് ഈ ചേച്ചി വന്നു കഴിഞ്ഞാൽ ചേട്ടത്തിയുടെ കൂടെ തന്നെ അവിടെ കിടപ്പായിരിക്കും. ഒരാഴ്ച വരെയൊക്കെ നിന്നിട്ടാണ് ചിലപ്പോൾ പോകാറ്. പക്ഷേ ഈ ചേച്ചിക്ക് ചെറിയ മോഷണമൊക്കെ ഉണ്ട്. എന്ന് വെച്ച് വിലപിടിപ്പുള്ളതൊന്നും അടിച്ചു മാറ്റാനുള്ള ബോധമൊന്നുമില്ല. വല്ല തുണിയോ ആനെന്തെങ്കിലുമൊക്കെ എടുക്കും. അങ്ങനെ ഒരു ദിവസം ഈ ചേട്ടത്തി വീട്ടിനുള്ളിൽ തെന്നി വീണു. കൈക്ക് ചെറിയ പൊട്ടൽ വന്നു. പക്ഷേ ഇവിടെ ആരുമില്ല ചേട്ടത്തിയെ നോക്കാൻ. അതുകൊണ്ട് മകൾ പറഞ്ഞു, എൻ്റെ അടുത്ത് പോരെ, ഞാൻ നോക്കിക്കോളാമെന്ന്. അങ്ങനെ ചേട്ടത്തി പോയ സമയത്താണ് എനിക്കൊരു ലോട്ടറി കിട്ടുന്നത്. പെണ്ണിൻ്റെ എല്ലാം നേരിട്ട് കാണണമെന്ന് വല്ലാത്ത ആഗ്രഹം എനിക്കുണ്ടായിരുന്നു. ചേട്ടത്തി വീട്ടിലില്ലാത്തത് വീട്ടിൽ ജോലിക്ക് വരുന്ന ഈ ചേച്ചി അറിഞ്ഞു. അങ്ങനെ ഒരു ദിവസം പകൽ വീടിൻ്റെ പുറകുവശത്തെ വാതിലൂടെ കയറാൻ ശ്രമിക്കുന്നത് ഞാൻ കണ്ടു. എൻ്റെ വീട്ടിലെ വാരുവപ്പോൾ ഇല്ലായിരുന്നു. ഞാൻ നേരെ പതിയെ അങ്ങോട്ടേക്ക് പോയി. ഞാൻ ചോദിച്ചു, എന്നാ പരിപാടി, വീടൊക്കെ പൂട്ടിയേക്കുവാണല്ലോ. അത് പിന്നെ എൻ്റെ 1-2 സാധനം ഇരിപ്പുണ്ട്, അതെടുക്കാൻ വന്നതാ. എനിക്ക് മനസ്സിലായി എന്തെടുക്കാൻ വന്നാണെന്ന്. ഞാൻ പറഞ്ഞു, ഒന്ന് സഹായിക്കാമോ എന്ന് എന്നോട് ചോദിച്ചു. അതിൻ്റെ താക്കോൽ എവിടെയാണ് ഇരിക്കുന്നതെന്ന് എനിക്കറിയാം, ഞാൻ സഹായിക്കുകയൊക്കെ ചെയ്യാം. തിരിച്ച് ഞാൻ ചോദിക്കുന്നത് എനിക്ക് തരുമോ? അയ്യോ, എൻ്റെ കയ്യിൽ കാശൊന്നും ഇല്ലല്ലോ എന്ന് എന്നോട് പറഞ്ഞു. ഞാൻ പറഞ്ഞു, എനിക്ക് കാശൊന്നും തരണ്ട, പകരം മാറിൽ നിന്ന് പിടിക്കാൻ തരുമോ? അല്ലാത്ത പുതിയ കൊണ്ടാണ്. അത്രേ ഉള്ളൂ. അതെന്നിപ്പോൾ എന്നാ, ഇപ്പം തന്നെ പിടിച്ചോ എന്ന് പറഞ്ഞ് നേരെ ഉടുപ്പ് ഒറ്റ പോക്കിൽ. ഞാനപ്പോൾ തന്നെ ഏകദേശം 5 മിനിറ്റോളം പിടിച്ചു. എന്നിട്ട് എന്നോട് പറഞ്ഞു വാതിൽ തുറന്നു വരാൻ.
ഞാൻ വാതിൽ തുറന്നു കൊടുത്തു. അതിനുശേഷം ഞങ്ങൾ അകത്ത് കയറി. അന്ന് പക്ഷെ ഞാൻ പോലും എൻ്റെ ജീവിതത്തിൽ നടക്കുമെന്ന് പ്രതീക്ഷ വന്നായിട്ടില്ലായിരുന്നു അവിടെ കാണുന്നത്. വീടിൻ്റെ ഉള്ളിൽ കയറിയപ്പോൾ ആരുമില്ലാത്തൊരു വീട്. അതും ഞാനൊന്ന് മാറിൽ തൊട്ടോട്ടെ എന്ന് ചോദിച്ചപ്പോൾ തന്നെ എത്ര വേണമെങ്കിലും പിടിച്ചോ എന്ന് പറഞ്ഞ് ഉടുപ്പ് പൊക്കി നിന്ന് വന്ന ചേച്ചി. അതൊക്കെ ആയപ്പോൾ എൻ്റെ ഉള്ളിൽ എനിക്ക് എന്തൊക്കെയോ തോന്നി. ഞാനപ്പോൾ പറഞ്ഞു, എൻ്റെ കയ്യിൽ ഒരു 50 രൂപയുണ്ട്, ഈ കട്ടിലൊന്ന് കിടക്കാമോ എന്ന്. 50 രൂപ തരാമോ എന്ന് എന്നോട് ചോദിച്ചു. അതൊക്കെ തരാം, പക്ഷേ ഞാൻ പറയുന്ന പോലെ എല്ലാം വേണമെന്ന് ഞാൻ പറഞ്ഞു. അങ്ങനെ എൻ്റെ ജീവിതത്തിൽ അന്ന് എല്ലാം ഞാൻ അറിഞ്ഞു. ഈ കഥയുടെ കാര്യങ്ങൾ ഒരുപാട് വിശദമായി പറയാൻ എനിക്കിവിടെ പറ്റില്ല കേട്ടോ. വിശദമായ കഥ നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ ഒരു കമൻ്റ് ഇട്ടാൽ മാത്രം മതി. എൻ്റെ പേഴ്സണലായിട്ടുള്ള ഇമെയിൽ ഞാൻ നിങ്ങൾക്ക് അയച്ചു തരാം. അതിലൂടെ മുഴുവനായുള്ള വർഷം ഞാൻ നിങ്ങൾക്ക് അയച്ചു തരാം കേട്ടോ. അങ്ങനെ ഞാൻ പോലും പ്രതീക്ഷിക്കാതെ ഒന്ന് മാറി പിടിക്കാൻ മാത്രമായി ചോദിച്ചപ്പോൾ എനിക്ക് കിട്ടിയതൊരു ബിരിയാണി എന്ന അവസ്ഥയാണ്. അതിനുശേഷം വീട്ടിൽ വന്ന് പറഞ്ഞ വാക്ക് ഞാൻ പാലിച്ചു. 50 രൂപയും കൊണ്ടേ കൊടുത്തു. എന്നിട്ട് ഇടയ്ക്കൊക്കെ ഇങ്ങനെ വരണമെന്ന് ഞാൻ പ്രത്യേകം പറഞ്ഞു വിട്ടു. ഈ കഥ ഇവിടെ വെച്ച് തീർന്നില്ല കേട്ടോ. ഇതിൻ്റെ ബാക്കി ഭാഗം അടുത്ത ദിവസങ്ങളിൽ നമ്മുടെ ചാനൽ തന്നെ ഇടുന്നതാണ്. കഥ ഇഷ്ടമായെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യണം, ചാനൽ സബ്സ്ക്രൈബും ചെയ്യണം കേട്ടോ.